നിങ്ങളുടെ കുട്ടി ഇവിടെ സ്വന്തം ഐഡന്റിറ്റിയിൽ ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ഇത് കേൾക്കൂ. നിങ്ങളുടെ കുട്ടിയെ അച്ഛനെ പോലെയാണോ എന്ന് പറയുന്നതിന് മുൻപ് ഇതൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഈ വാക്കുകൾ കേൾക്കാറുണ്ടോ? ഇവൾ അമ്മയെപ്പോലെയാണ്, മുത്തശ്ശിയെപ്പോലെ ദേഷ്യ സ്വഭാവമാണ്, അച്ഛനെ പോലെ മിണ്ടുന്നതിന് മുൻപ് വലിച്ചെറിയും. ഇതൊക്കെ നിങ്ങൾ സ്നേഹത്തോടെ പറയുന്നതല്ലേ? പക്ഷെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ കുഞ്ഞ് ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത് വേറെ ഒരാളുടെ നിഴലായും ജീവിക്കാനല്ല, സ്വന്തം വ്യക്തിത്വത്തിൽ വളർന്ന് വികസിച്ച് വലിയ ആളായി ഇവിടെ ആ വ്യക്തിയുടെ ജീവിത പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ്. ഒരമ്മ തൻ്റെ മകനോട് എന്നും പറയുമായിരുന്നു, നീ നിന്റെ അച്ഛനെ പോലെയാണ്. ആദ്യമൊന്നും ആ കുഞ്ഞ് അത്ര ശ്രദ്ധിച്ചില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് മുതിർന്നപ്പോൾ അവൻ എന്ത് ചെയ്താലും ആദ്യം ചിന്തിച്ചത്, ഞാൻ ശരിക്കും ഞാനാണോ, അതോ അച്ഛനെ പോലെയാകാൻ ഞാൻ ശ്രമിക്കുകയാണോ? അറിയാതെ തന്നെ അവൻ്റെ സ്വന്തം ശബ്ദം പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങി. പലതും തുറന്നു പറയാതെയായി, സ്വന്തം കഴിവുകൾ വെളിയിലെടുക്കാതെയായി. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾ നമുക്ക് ചില ഗുണങ്ങളും പഠനങ്ങളും തന്നിരിക്കാം. അത് സ്വാഭാവികമാണ്, അതവരുടെ സ്നേഹം കൊണ്ടാണ്. പക്ഷേ ഒരു കുട്ടിയുടെ മുഴുവൻ ഐഡന്റിറ്റിയും അതുകൊണ്ട് തീരുമാനിക്കപ്പെടുന്നില്ല. ഓരോ കുഞ്ഞും സ്വന്തം തലച്ചോറും സ്വന്തം വികാരലോകവും സ്വന്തം കഴിവുകളും സ്വന്തം ജീവിത ലക്ഷ്യവുമായി വളരുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ വീണ്ടും വീണ്ടും നീ അച്ഛനെ പോലെയാണ്, നീ അമ്മയെ പോലെയാണ് എന്ന് പറയുമ്പോൾ അറിയാതെ തന്നെ അവന് സ്വന്തം ഐഡന്റിറ്റിക്ക് പകരം ഒരു ലേബൽ കൊടുക്കുകയാണ്. കോൺഷ്യസ് പേരന്റിംഗ് ഒരു പുതിയ ചോദ്യമാണ് ചോദിക്കുന്നത്. എൻ്റെ കുട്ടി ആരെ പോലെയാണ് എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കുട്ടി ആരെ പോലെയും ആവണ്ട, കുട്ടി കുട്ടിയായിട്ട് നിലനിന്നാൽ മതി ഇവിടെ. എങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ സ്വന്തം ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ വളരെയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിജയിക്കാനാവുകയുള്ളൂ. നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതാണ്. എൻ്റെ കുട്ടി ആരാണ്? കുട്ടിയെ നിയന്ത്രിക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് കുട്ടിയെ മനസ്സിലാക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറും. ഇന്ന് രാത്രി നമുക്ക് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. ഒരു പേപ്പർ എടുക്കുക, കുട്ടിയുടെ പേരെഴുതുക, അതിനുശേഷം 3 കാര്യങ്ങൾ മാത്രം എഴുതുക. എൻ്റെ കുട്ടിയുടെ പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണ്? എന്ത് ചെയ്യുമ്പോഴാണ് എൻ്റെ കുട്ടിയുടെ കണ്ണുകൾ തിളങ്ങുന്നത്? ഇന്നു മുതൽ എൻ്റെ കുട്ടിയെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതെ ഞാൻ പറയുന്ന ആ പുതിയ വാചകം എന്താണ്? ഉദാഹരണത്തിന്, നീ ആയിരിക്കുന്നതാണ് എനിക്കിഷ്ടം. നിന്റെ ചിന്താരീതി വളരെ മനോഹരമാണ്. നീ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യം സ്പെസിഫൈ ചെയ്തെടുത്ത് പറയണം. നീ കൂടുതൽ അതിലേക്ക് താല്പര്യം കാണിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നിന്റെ കഴിവുകൾ കണ്ടെത്താൻ നിന്നോടൊപ്പം അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഇത് നിങ്ങളുടെ പേപ്പറിൽ എഴുതുക. എന്നിട്ട് കുഞ്ഞിനോട് പറയുക. ഒന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങളുടെ കുഞ്ഞ് ഏറ്റവും മിടുക്കനായി വരുന്നത് ഒരാഴ്ചക്കകം നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതും. ഒരു കുഞ്ഞിന് ലോകം കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് അറിയുമോ? ഒരു പുതിയ കളിപ്പാട്ടമല്ല, പുതിയ സ്കൂളല്ല, അവനെ അല്ലെങ്കിൽ അവളെ സ്വന്തം വ്യക്തിത്വത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്ന മാതാപിതാക്കളാണ്. ഓർമ്മിക്കൂ, നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ പകർപ്പല്ല. അവനല്ലെങ്കിൽ അവൾ ഈ ലോകത്തിന് ലഭിച്ച ഒരു പുതിയ സാധ്യതയാണ്. അതൊരു മൊട്ടാണെങ്കിൽ അതിനെ വിരിയാൻ അനുവദിക്കുക. നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഒരു ചെമ്പരത്തിയുണ്ട്. ആ ചെമ്പരത്തിയുടെ പൂവ് സ്വയം വിരിയുകയല്ലേ? അതോ നിങ്ങൾ ഓരോ ദിവസവും പൂവ് വിരിയിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ടോ? ഇത് മാത്രം ചിന്തിച്ചാൽ മതി. കോൺഷ്യസ് പേരന്റിംഗ് എന്നാൽ കുട്ടി മറ്റൊരാളുടെ പകർപ്പല്ല, ഒരു പുതിയ സാധ്യതയാണെന്ന് സ്വയം തിരിച്ചറിയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
എല്ലാ ദിവസവും കോൺഷ്യസ് പേരൻറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യുക.